ഒരു പരിചയമില്ലാത്ത കുറെ എണ്ണം ഇവിടെ ഇരിപ്പുണ്ടെങ്കിലും ഈ മുതലവായന ഏതാ എന്നറിയാൻ ഈജിപ്തിലെ 1-2 കരയോഗത്തിൽ അന്വേഷിച്ചപ്പോൾ ഇനി വാടകയ്ക്കെങ്ങാനും വന്ന് താമസിക്കുന്നതാണോ എന്നറിയില്ലത്രേ. ഇത്തരം ജിജ്ജലോത്മകമായ കാഴ്ചകൾ കാണുമ്പോൾ ക്രിസ്തുവിന്റെ ജനനമാണോ അതോ പുതിയ കളർ ബൾബ് വാങ്ങിയ കാര്യം നാട്ടുകാരെ കാണിക്കാനുള്ള മാട്ട നമ്പരാണോ എന്ന കാര്യം വ്യക്തമായിട്ടില്ല. എല്ലാ ലൊട്ടുലുടുക്ക് സാധനങ്ങളും ഇവിടെയുണ്ടെങ്കിലും വീട്ടുമുറ്റത്തൊരു നക്ഷത്രം കെട്ടി തൂക്കാത്തത് എന്തേ എന്ന ചോദ്യത്തിന്റെ ഉത്തരം കിട്ടാതെ ChatGPT പൊട്ടി കരഞ്ഞു. ക്രിസ്മസ് ആയാൽ പിന്നെ ലതിലും ലിതിലും ലതിലും കണ്ടതിലും കടിയതിലുമെല്ലാം ക്രിസ്മസിന്റെയും ക്രിസ്മസ് അപ്പൂപ്പന്റെയും അയ്യേരുകളി തന്നെ ആയിരിക്കും. നിങ്ങൾ ഇത് കാണുക. ക്രിസ്മസ് അപ്പൂപ്പനോടുള്ള ഇവരുടെ ആത്മബന്ധം വിളിച്ചോതുന്ന ഗൃഹാതുരമായ കാഴ്ച. എത്ര ആഴത്തിലേക്കാണ് അപ്പൂപ്പന്റെ കടന്നുപോക്ക് എന്നത് കണ്ട് എന്റെ കൃഷ്ണമണികൾ എണീറ്റ് നിന്ന് കൈയടിച്ചു. വാട്ടേ ഇച്ചിച്ചി അപ്പൂപ്പൻ. ക്രിസ്മസ് ആകുമ്പോൾ ജമ്പനും തുമ്പനും പോലെ ഈ 2 മാക്രി തലയന്മാരെ എവിടെ നോക്കിയാലും കാണാൻ കഴിയും. ദാണ്ടെ ദിവൻ ക്രിസ്മസ് അപ്പൂപ്പന്റെ സഹായിയും ദിവനാകട്ടെ ക്രിസ്മസിന്റെ ശത്രുവുമെന്നാണ് പഞ്ചായത്തിൽ പൊതുവെയുള്ളൊരു കരക്കമ്പി. ഒരു മാലാകയും 2 ഒട്ടകവും 3 കഴുതകളും പിന്നെ കുറെ ആട്ടിടയന്മാരും മാത്രമുള്ള പഴയ സിലബസ് പഠിച്ചത് കൊണ്ടാകാം ഈ വേട്ടാവളിയന്മാരെ അറിയാതെ പോയത്. ടയറില്ലാത്ത വണ്ടി റോഡിലൂടെ ഓടിച്ചതിനും പ്രായപൂർത്തിയാകാത്ത മാനുകൾക്ക് കഞ്ചാവ് കൊടുത്തതിനും കനേഡിയൻ പേല പൊക്കി അപ്പൂപ്പൻ ഇപ്പോൾ റിമാൻഡിലാണ്.